അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഫുൾ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നത് എൻ്റെ റൂമിൻ്റെ അവർ റൂം ടൂർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്കിന്ന് കണ്ടാലോ. അപ്പം ആദ്യമായിട്ട് കാണിക്കാൻ പോണതാണ്ട് ഇത് കണ്ടോ. എനിക്ക് എൻ്റെ അമ്മ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇതിൻ്റെ പിറകിൽ കുറേ എൻ്റെ ചേച്ചിയുടെ ഈ ഒരു പടവും പിന്നെ കുറച്ച് ബ്രഷസും പിന്നെ ഇത് രണ്ടും എപ്പോഴും ഇട്ടേക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്കത് അറിയില്ല, ഒരു ഫാഷന് വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കണം. പിന്നെ കാണിക്കട്ടാ. അപ്പം ചേച്ചിക്ക് ഈ ചാനലിൽ പറഞ്ഞത് ഇഷ്ടമല്ല. കുഴപ്പമില്ല. നമുക്ക് ഇനി എൻ്റെ ഫേവറേറ്റ് പോക്കിമോൻ ഉണ്ട്. പിന്നെ കുറേ പാവകളൊക്കെ ഞാൻ തലേണായിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ രാത്രി കറണ്ട് ഇല്ലാത്തപ്പോൾ ഞാൻ കണ്ടേ ഈ ഒരു സാധനം, ഇത് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ ഇട്ടിരുന്നു എൻ്റെ ചേച്ചിയുടെ കുറേ ഫോട്ടോകൾ. അത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയതുകൊണ്ട് ഒന്നുമില്ലായിരുന്നു. അപ്പം ആദ്യമായിട്ട് തന്നെ ഈ ഒരു സാധനം, ഇത് 3 ചേച്ചി ചെയ്തിട്ട് അല്ല 4 ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു, 1 എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും പടങ്ങൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പടം, പിന്നെ ഈ ഒരു പടം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പടമാണ്. ഐ എം സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി വെരി അങ്ങനെ. പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് ഈ സ്ലീപ്പിംഗ് മാസ്ക്. ഞാൻ ഡെയിലി വ്ളോഗിൽ അത് ഇടുന്നതായിരിക്കാം. ഇനി ആരൊക്കെ ഇടും എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യും. ഡെയിലി വ്ളോഗ് ഇടാം. ഡെയിലി വ്ളോഗ് ഇടുന്നവർക്ക് ഞാൻ അത് സെൻഡ് ചെയ്തതായിരിക്കാം. പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് എൻ്റെ ചേച്ചി ഇടാൻ കണ്ടേ മൈ എർത്ത് ബുക്ക്. അത് കുറേ ഫോട്ടോസ് ഉണ്ട്, കുറേ പടങ്ങൾ വെച്ചിട്ട് സോ അമേസിങ്. നമുക്ക് കാണാം. ആദ്യമായിട്ട് തന്നെ ഇവിടെ ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചേച്ചി കണ്ടേ കണ്ടോ, ഒരാൾ പൂവിൽ നിന്ന് ഉറങ്ങുന്നു. പിന്നെ ഉള്ളത് താണ്ടേ ഈ ഒരു പിയാനോയിൽ ആരൊക്കെയോ ഒരു കളിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യു ആർ മ്യൂസിങ് ടു മൈ ഇയേഴ്സ് ആൻഡ് റിതം ടു മീ മൈ ഹാർട്ട്. പിന്നെ ഒരു ഓപ്പോസിറ്റ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ ഇത് കണ്ടില്ലായിരുന്നു. സോ അടിപൊളിയല്ലേ, കുറേ ഇതൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഒരു ഇതെന്തോ വരച്ച് വെച്ചേക്കണ, അതാണ് ഒരു ആർട്ട്, എസ്തെറ്റിക് ആർട്ട്, സോളർ ആർട്ടാ, എസ്തെറ്റിക് ആർട്ട്. പിന്നെ ഈ ഒരു വെൻ വൈബ് ഗെറ്റ്സ് എല്ലാവരും നിന്നോളൂ, പോസ് ചെയ്ത് നിന്നോളൂ. ചേച്ചി ഫോട്ടോ എടുക്കണ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു, ഇത് അടിപൊളി കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ കാണുന്നത്. ചേച്ചിയുടെ ആർട്ട് ബുക്ക് ഞാൻ എടുക്കാറില്ല, ഞാൻ. എന്തോന്നിത്, ബ്ലാക്ക് ആൻസാ വൈറ്റ് ആൻസാ? പെണ്ണിന് ഗൂഗിളിൽ ആ പടം എടുത്ത് നോക്കിയാൽ മതി. ഇതേപോലെ കിടക്കുന്നാണ് പറയണ. ആഹാ, ഇത് ഞാൻ കണ്ടിരുന്നു. ഇത് കല്യാണ ലെറ്ററിലുണ്ടായിരുന്നല്ലേ? കല്യാണ ലെറ്ററിലുണ്ടായിരുന്നതാണിത്. ടു ദ മൂൺ ആൻഡ് ബാക്ക്. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ചെറുക്കൻ്റെ നടുവിനെന്താ പറ്റിയിരിക്കുന്നു ഗൈസ്? കല്യാണി ഉദ്ദേശിച്ചത് നടുവിന് പറ്റിയതല്ല.
മറ്റേ ഹുഡി ഇല്ലേ ഹുഡ് ചെയ്ത ആദ്യം അമ്മ കണ്ടപ്പോ പറഞ്ഞു ഇത് എന്തോന്നു ചോദിച്ചു. ആ ഇതും ഇഷ്ടപ്പെട്ടു. കൊച്ചിടുന്ന് ഉറങ്ങണു. പാവം കൊച്ചിനായിരുന്നു ഉറങ്ങണം. ടീച്ച് മീ ദിസ്. ഇപ്പം ഇതൊരു ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ആ ഇത് ഞാൻ കണ്ടിരുന്നു. ഞാൻ കുറേ കളിയാക്കി. എന്തിനാന്ന് പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ മൂക്കും കണ്ണും ചുണ്ടും നോക്കൊക്കെ ചിരി പറഞ്ഞൊരു ഇതായിരുന്നു എനിക്ക്. അപ്പുറത്തെ ആള് വന്നില്ലേ ഇത്. ഇപ്പം ഇത് കല്യാണിയാണെന്ന് തോന്നുന്നു അല്ലേ. ആര് വേണോ ആവാം അങ്ങനെയാണ് പറഞ്ഞേക്കണത്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് നീ കൊച്ച് ചാവാൻ നിൽക്കുന്നു ഗൈസ്. കൊച്ച് ചാവാൻ നിൽക്കുന്നു ഗൈസ്. ആ ഇത് കല്യാണിയുടെ ചെവി, ചുണ്ട്, കണ്ണ്, ബ്ലാക്ക് ആൻഡ്സ്. ഓ ഇതാരാണ് റിയലി വരച്ചത്? ഇതെവിടെ നോക്കി വരച്ചത്? നോക്കി വരച്ചു. ഇത് കംപ്ലീറ്റ് ആയില്ല. ആ ഇത് ഞാൻ, ഇത് അമ്മ, ഇത് ചേച്ചി. അടിപൊളിയല്ലേ ഗൈസ്? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പേപ്പർ കീറി തരുമോ? തരില്ല ഗൈസ്. എന്താ പറയുക, ഒന്നും ചെയ്തു തരൂല. ഇതാണ് മണ്ടാല ആർട്ട്. കൊള്ളാം. മണ്ടാല ആർട്ട്. ഇനിയൊന്നുമില്ല കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇതാണ് എൻ്റെ ചേച്ചിക്ക് ചാനലിൽ പോകുന്നത് ഇഷ്ടമല്ല. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ ഇത്രയും വെറുപ്പ്. എന്നെ ഇന്ന് ഷൂട്ട് എടുക്കാൻ തന്നെ ചേച്ചി എന്തെല്ലാം പറഞ്ഞ് ജീവിക്കണമെന്ന് ഗൈസ്. അപ്പം ഇനിയും ഡെയിലി വ്ളോഗായിട്ട് ഞാൻ വരികയാണ്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.